കട്ടപ്പന കല്യാണത്തണ്ടിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ നഗരസഭാ സെക്രട്ടറി 2 തവണ കളക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചതായി കേരള കോൺഗ്രസ് എം നേതാക്കൾ. ഇതിന് പ്രകാരമുള്ള ഉത്തരവ് സെക്രട്ടറി വാങ്ങിയിരുന്നു. ഇതറിയാതെ പോയ നഗരസഭാ ഭരണപക്ഷമാണ് മണ്ടന്മാരെന്നും നേതാക്കൾ വിമർശിച്ചു. കേരള കോൺഗ്രസ് എം നടത്തിയ സമരത്തിനെതിരെ നഗരസഭാ വൈസ് ചെയർമാൻ നടത്തിയ പരാമർശത്തിൽ പ്രതികരിക്കുകയായിരുന്നു നേതാക്കൾ. കേരള കോൺഗ്രസ് പാർട്ടി കട്ടപ്പന നഗരസഭയുടെ മുന്നിൽ നടത്തിയ നിരാഹാര സമരം ഒരു പ്രഹസനമായിരുന്നുള്ള രീതിയിൽ കട്ടപ്പന നഗരസഭാ ഭരണസമിതി പറയുന്നതായി മീഡിയ വഴിയെല്ലാം വന്നു. ഞങ്ങൾ കേരള കോൺഗ്രസ്സുകാർ ഒരു കാരണവശാലും സമരത്തിന് വേണ്ടി സമരം നടത്തുന്നവരല്ല. തക്കതായ കാരണമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സമരം നടത്താറുള്ളൂ. അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഞങ്ങളെ വളരെ കൃത്യമായ അറിവ് ഞങ്ങൾക്ക് റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സമരം നടത്തിയത്. ഇന്ന് നമ്മൾ കട്ടപ്പന നഗരസഭയിൽ ചെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം ആ ഉത്തരവ്, അതായത് റവന്യൂ വകുപ്പിൽ നിന്ന് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി കട്ടപ്പന നഗരസഭയിൽ ഭൂമി അനുവദിച്ചതിൻ്റെ രേഖയാണിത്. അതായത് കട്ടപ്പന നഗരസഭയിൽ MCF RRF എന്നിവ സ്ഥാപിക്കുന്നതിനായി കട്ടപ്പന വില്ലേജിൽ കല്യാണത്തിൻ്റെ ഭാഗത്ത് 60 സെൻറ്റ് സർക്കാർ പുറമ്പോക്ക് ഭൂമി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കട്ടപ്പന നഗരസഭാ സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിരുന്നു. അപേക്ഷ കൊടുത്തത് 23/10/2024 9/12/2024. അതായത് 2 പ്രാവശ്യം അപേക്ഷിച്ചതിൻ്റെ പേരിലാണ് ഈ സ്ഥലം വിട്ടുകൊടുത്തത്. ഈ സ്ഥലം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതിനകത്ത് മാലിന്യ സംസ്കരണം മാത്രമേ നടക്കുള്ളൂ, വേറെ ഒരു ഉപയോഗത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നതിനകത്ത് കറക്റ്റായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പം കല്യാണത്തിൻ്റെ മാലിന്യ സംസ്കരണ പ്ലാന്റ് നടത്തുന്നതിന് വേണ്ടി നഗരസഭാ സെക്രട്ടറി അതിൻ്റെ ഉത്തരവ് മേടിച്ചപ്പം അതറിയാതെ പോയ നഗരസഭാ ഭരണസമിതിയാണ് ശരിക്കും മണ്ടന്മാരെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ, ഭരണസമിതി അറിഞ്ഞില്ലെങ്കിൽ അതാരാ അതിൻ്റെ കുഴപ്പക്കാരെ? കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കാതെയും പഠിക്കാതെയും തട്ടിപ്പിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ഭരണസമിതി. അപ്പം നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ തട്ടിപ്പുകളുടെയും കേന്ദ്രമായി കട്ടപ്പന നഗരസഭ മാറി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ബസ് സ്റ്റാൻഡിൽ പുതിയ സ്റ്റാൻഡിൽ കെട്ടിടം പണിയുന്നതിന് വേണ്ടി പൈസ വാങ്ങിയെന്നും പറഞ്ഞിട്ട് ഭരണസമിതി പൈസ വാങ്ങിയെന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം മാറുന്നു വന്നു. അതോടൊപ്പം ഒരു സംഘടനയുടെ ആളുകൾ എനിക്ക് രേഖാമൂലം പരാതി തന്നു. ആ കൗൺസിലറുടെ പേര് വെച്ചാണ് എനിക്ക് പരാതി തന്നു. നമ്മൾ പൊതുജന മധ്യത്തിൽ ആരെയും മോശക്കാരാക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് അത് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി മേടിച്ചെന്നു.